ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ്റെ ഒരു ചെറിയ സൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മൊത്തം പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറേ ലെങ്താവും വീഡിയോ. അതുകൊണ്ട് ഞാനൊരു ഷോർട്ടായിട്ട് കുറച്ച് സൈഡ് മാത്രം കാണിച്ചു തരാം. ഇത് കോളിയാ ചെടികളാണ്. കണ്ടോ, 2 ദിവസമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇവർക്കെല്ലാം നല്ലൊരു ഉഷാറുണ്ട്. വെയിൽ വരുമ്പോൾ എല്ലാം വാടിക്കൊരഞ്ഞിങ്ങനെ തൂങ്ങിക്കിടക്കും. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത് വേറൊരു ചെടി. രസമില്ല ഇത് കാണാൻ. ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ പുഴു വന്നിട്ട് തിന്നിട്ട് സ്റ്റൈലെല്ലാം കളയും. നല്ല പുതിയ പുതിയ ഇല വരും, അതെല്ലാം ഈ പുഴുക്കൾ തിന്നിട്ട്. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് വേണ്ട. ഇതിനെന്താ പറയുക? ഞാനിതിനെ കുതിരമുഖി എന്നാണ് പറയുക. കുതിരേൻ്റെ മുഖം പോലെ ഇരിക്കുന്നില്ലേ, കണ്ട. അതുകൊണ്ട് ഇതിനെ കുതിരമുഖി എന്നാണ് പറയുക. ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് മണി പ്ലാന്റ് ഗോൾഡൻ. ഇതുണ്ടല്ലോ മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലാക്കിയിട്ട് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ചോദിച്ചാലല്ലേ ഇതിൽ നിന്നാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതും മദർ പ്ലാന്റ് തന്നെ, അരേലിയൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ആരെങ്കിലും വന്ന് ചോദിച്ചാലും കൊടുക്കും. പിന്നെ ഇതിന്ന് തൈകളും ഉണ്ടാക്കും. ഇതൊരു നീല പൂ പിടിക്കുന്ന പൂ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ്. നല്ല പോലെ തഴുത്ത് വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതും കുതിരമുഖി. ഇതെല്ലാം ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് നട്ടതാണ്. അതിൽ ഞാൻ എത്ര തൈകൾ ഉണ്ടാക്കിയെന്നറിയോ? അതിന്ന് ഉണ്ടാക്കിയ തൈകളാണ് അതെല്ലാം. കണ്ട, ഇത് നമ്മളെ സ്നേക്ക് പ്ലാന്റ്, സർപ്പപ്പോള എന്നറിയപ്പെടുന്ന ചെടിയാണ്. 2-3 വർഷമായി ഈ പോട്ടിൽ. കണ്ട, തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു കുഴപ്പമില്ല. ഇതിന് വളമൊന്നും ഇട്ട് കൊടുക്കേ വേണ്ട. ഇതിങ്ങനെ തന്നെ ആവും. കാണാൻ നല്ല ഭംഗിയല്ലേ ഇത്? പച്ചയും മഞ്ഞയും വരയെല്ലാം ആയിട്ട്. കണ്ട, എന്താണല്ലേ പ്രകൃതിൻ്റെ ഓരോരോ കളി. ഇവർക്കെല്ലാം ഒറിജിനലായിട്ട് ഇങ്ങനെ കിട്ടുന്നില്ലേ? ഇതുപോലെ ഡിസൈനല്ല, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ ചെടികൾക്കും ഓരോരോ ഡിസൈനാണ്. കണ്ട, ഇതൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് നോക്ക്, ഇത് നമ്മളെ അരേലിയ, ബോൾ അരേലിയ എന്ന് പറയുന്ന. ഇത് കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ബോൾ പോലെ ഇരിക്കും. ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടായില്ല, അത് തഴുത്ത് വരുന്നതേ ഇല്ലു. ഇതും ഇപ്പോൾ കട്ട് ചെയ്യാനായി. കണ്ട, വളർന്ന് നല്ലോണം വലുതായി. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതുപോലത്തെ ചെറിയ തുമ്പ് നട്ടു കൊടുത്താൽ മതി, വീണ്ടും തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതെന്ത് ചെടിയാണെന്നറിയില്ല, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിലൊരു കുഞ്ഞു പൂവ് കണ്ട, നല്ല സുന്ദരി പൂവ്. ശരിക്കും നേരിട്ട് കാണുന്നതിനേക്കാളും കളറുണ്ട്. ഇതിലത്ര കളറ് കാണുന്നില്ല വീഡിയോയിൽ. അതിലെല്ലാം പൂ പിടിച്ചിട്ടുണ്ട്. കണ്ട, ഇതാ. ഇതെന്താണിപ്പോൾ? ഇത് താള് പോലെ ഉണ്ട്. താളാണെങ്കിലും സുന്ദരി തന്നെ അല്ലേ? ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമായതുകൊണ്ട് ഞാനിവിടെ വെച്ചതാണ്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ പച്ച കളറ്. ഇതിപ്പം മഞ്ഞ കളറല്ലേ, അതിൻ്റെ വേറൊരു കളറാണ് അത്. ഇതും ഭംഗിയില്ലേ? കണ്ട, ഇതിലിങ്ങനെ ഒരു പൂ വന്നിട്ടുണ്ടായിരുന്നു. ആ പൂവെല്ലാം ഉണങ്ങിപ്പോയി. കണ്ട, ആ ഉണങ്ങിപ്പോയതിൻ്റെ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതും താള്. താള് എന്നാണ് ഞാൻ പറയുക, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുറേ ഇത് നട്ടിട്ടുണ്ട് കേട്ടോ, ആന്തൂറിയം. ഇതിലൊന്നും പൂ വന്നിട്ടില്ല ഇതുവരെ. ഇവിടെ ഒരു കപ്പ മരമുണ്ട്, അതിൻ്റെ ഇടയിലൊരു കപ്പ മരം. അപ്പോൾ എൻ്റെ ചെടീൻ്റെ ഒരു സൈഡ്, കുഞ്ഞ് സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. ബാക്കിയുള്ള ചെടികളെല്ലാം ഞാൻ ഓരോരോ വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ ശരിയാവില്ല, ഒരുപാട് നീണ്ടു പോവും.
വീഡിയോ. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയും പോരെ. ഓ എന്തൊരു ഭംഗിയാലെ കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെടികളിൽ ഈ കോളിയ ചെടിയാട്ടാ. ഇതാണ് എൻ്റെ ഒരു സുന്ദരമായ ഗാർഡൻ. അപ്പോൾ ഓക്കേ, അടുത്ത വീഡിയോയിൽ പുതിയ എന്തെങ്കിലും ആയിട്ട് വരാട്ടാ. ഓക്കേ.